ഇന്ത്യൻ പോലീസ് ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായ സാത്താൻകുളം കസ്റ്റഡി കൊലപാതക കേസിൽ 9 പോലീസുകാർക്ക് വധശിക്ഷ വിധിച്ച് മധുര ജില്ലാ സെഷൻസ് കോടതി. കോവിഡ് ലോക്ഡൌൺ ലംഘിച്ചു എന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത അച്ഛനെയും മകനെയും പോലീസുകാർ തല്ലിക്കൊന്നാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കേസ് അത്യപൂർവങ്ങളിൽ അപൂർവം എന്ന വിലയിരുത്തലോടെയാണ് ജസ്റ്റിസ് ജി മുത്തുകുമരന്റെ വിധി പ്രസ്താവം. നമ്മുടെ രാജ്യത്ത് കോടതി ഉത്തരവ് പ്രകാരം ഒരു ജില്ലാ കളക്ടർക്ക് ഭരണം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് തൂത്തുക്കുടിയിലെ സാത്താൻകുളം. അതും 2020-ൽ. എത്രമാത്രം കാട്ടാളത്തം നടമാടിയിരുന്ന ഒരു പോലീസ് സ്റ്റേഷനാണെന്ന് തെളിയിക്കാൻ മറ്റെന്ത് തെളിവ് വേണം? ഒരു പെറ്റി കേസിൽ പോലും പ്രതി ചേർക്കപ്പെടാത്ത അച്ഛനെയും മകനെയും തല്ലിക്കൊന്ന കേസിനെ അത്യപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ കുപ്പായം ഇട്ടിരുന്നവർക്ക് വധശിക്ഷ വിധിച്ചത്. 2020 ജൂൺ 19 കോവിഡ് ലോക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചാണ് സാത്താൻകുളം പോലീസ് വ്യാപാരിയായിരുന്ന ജയരാജിനെയും മകൻ ബെനിക്സിനെയും കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷനിൽ വെച്ച് രാത്രി മുഴുവൻ നീണ്ടുനിന്ന അതിക്രൂരമായ മർദ്ദനമാണ് ഇവരുടെ മരണത്തിന് കാരണമായത്. ഈ സംഭവം രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധങ്ങൾക്കും പോലീസിലെ ക്രിമിനലുകൾക്കെതിരായ ചർച്ചകൾക്കും വഴി തെളിയിച്ചിരുന്നു. കേസ് പരിഗണിച്ച ജഡ്ജി ജി മുത്തുകുമരൻ വിധി പ്രസ്താവിക്കുമ്പോൾ നടത്തിയ നിരീക്ഷണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത അച്ഛനെയും മകനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ സംഭവം അത്യപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതി പരിഗണിച്ചു. പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർ ജയരാജിന്റെ കുടുംബത്തിന് 1.5 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകാനും കോടതി ഉത്തരവിട്ടു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് CBI കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. ജയരാജിന് ഹൃദ്രോഗമുണ്ടായിരുന്നുവെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ അസ്വാഭാവിക മുറിവുകൾ തുടർച്ചയായ മർദ്ദനത്തിന്റെ ഫലമാണെന്ന് കോടതിയിൽ തെളിഞ്ഞു. കുറ്റക്കാരായ CI S ശ്രീധർ, SI-മാരായ K ബാലകൃഷ്ണൻ, P രഘുഗണേഷ്, ഹെഡ് കോൺസ്റ്റബിൾമാരായ S മുരുകൻ, A സാമദുരൈ, കോൺസ്റ്റബിൾമാരായ M മുത്തുരാജ, S ചെല്ലതുരൈ, തോമസ് ഫ്രാൻസിസ്, വേൽമുത്തു എന്നിവർക്കെതിരെയാണ് തൂക്കുകയർ വിധിച്ചുകൊണ്ട് കോടതി നീതി നടപ്പിലാക്കിയത്. മറ്റൊരു പ്രതിയായ കോൺസ്റ്റബിൾ പാൽതുരൈ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് കട നിശ്ചിത സമയത്തിന് ശേഷവും തുറന്നു പ്രവർത്തിപ്പിച്ചോ എന്നതായിരുന്നു വ്യാപാരിയായിരുന്ന ജയരാജിനെയും മകൻ ബെനിക്സിനുമെതിരെ പോലീസ് ചുമത്തിയ കുറ്റം. എന്നാൽ CBI നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയതായും ക്രൂരമായ ശാരീരിക പീഡനത്തിലൂടെയാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്നും വ്യക്തമായിരുന്നു. സ്റ്റേഷനിലെ ചുവരുകളിൽ രക്തം തെറിച്ചതിന്റെ അടയാളങ്ങൾ അടക്കം ശാസ്ത്രീയമായ തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. ஒவ்வொரு சின்ன பிரிவுகளுக்கு 7 வருஷமும் 3 ஆண்டுகளும் அதற்கு மேல் 304 and 34 மேஜர் செக்ஷனுக்கு வந்து அவர்களுக்கு தூக்கு தண்டனை, அவர்களுக்கு மரணம் ஏற்படும் வரை அவர்களை தூக்கிலிட வேண்டும் என்று ஒரு மாபெரும் ஒரு உன்னதமான தீர்ப்பை வழங்கியிருக்கிறது. இதில் வந்து வெறும் தூக்கு தண்டனை மட்டும் சில வழக்குகளில் வழங்குவார்கள். ஆனால் இந்த வழக்கில் இது ஒரு அரிதிலும் அரிதான வழக்கு என்பதனால் இந்த வழக்கில் மொத்தம் வந்து 1,40,00,000 இறந்து போன பெனிக்ஸினுடைய தாயாருக்கு, செல்வராணி அம்மாவிற்கு இதை வழங்க வேண்டும் என்று கூறியிருக்கின்றார்கள். இதை வழங்காத பட்சத்திலே ரெவன்யூ ஆக்ட் படி உங்களுடைய சொத்துக்கள் பறிமுதல் செய்யப்படும். அந்த சொத்துக்கள் பறிமுதல் செய்யப்பட்டு அது விற்பனை செய்யப்பட்டு அந்த பணம் அவர்களுக்கு கொடுக்கப்படும். 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ജയരാജിന്റെയും ബെനിക്സിന്റെയും കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുന്നത്. எல்லாருமே எங்கள் ஃபேமிலியில் நடந்தது அவங்களுடைய ஃபேமிலியில் நடந்த அளவுக்கு ஃபீல் பண்ணி இன்னைக்கு வரை சப்போர்ட் பண்ணாங்க. எல்லா பொதுமக்களுக்கும், சமூக அமைப்புகள், சமுதாய அமைப்புகள், எல்லா அரசியல் கட்சிகள், மெயினாக நான் வந்து தொலைக்காட்சி அண்டு பத்திரிகை துறைகள் வந்து எனக்கு ரொம்ப சப்போர்ட்டாக இருந்தாங்க. இன்னைக்கு வரை எல்லாருக்குமே நன்றி. இதுவரை ஏன்னா இன்னைக்கு உள்ள நீதி கிடைச்சது வந்து எல்லாருக்குமான நீதின்னு தான் நான் நம்புறேன். நீதித்துறையை நம்பியிருந்தோம், நீதி எங்களுக்கு வழங்கியிருக்காங்க. நாங்கள் அதுக்காக தான் இவ்வளோ நாள் நாங்கள் போராடணும். அது நடக்காது இனிமே அப்படின்னு சொல்லி நாங்கள் நம்புறோம். കസ്റ്റഡി കൊലപാതകം നടക്കുമ്പോൾ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ ധീരമായ മൊഴിയും മറ്റ് 2 പേരുടെ പ്രധാന സാക്ഷിമൊഴിയുമാണ് ഈ കേസിന് മുകളിൽ നീതിയൊഴുക്ക് വെളിച്ചമായി മാറിയത്. അധികാര ദുർവിനിയോഗത്തിനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ വിധി. ലോക്കപ്പിലെ ക്രൂരതകൾക്ക്
ഈ വിധി അറുതി വരുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഖിലാഫ് അഹമ്മദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.